വെൽക്കം ബാക്ക് ന്യൂമാ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എടപ്പള്ളിയിൽ വന്നേക്കുവാണ്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കണ്ടുപോകാം. ഗായ്സ്, ഇതാണ് പുതിയ പള്ളി, നമ്മുടെ എടപ്പള്ളിയിലെ പുതിയ പള്ളി. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന നമ്മുടെ പഴയ പള്ളി. ഈ പള്ളിയുടെ സൈഡിലാണ് രൂപം ഉണ്ട്, അവിടെ നമ്മുടെ സ്വർണത്തിൻ്റെ രൂപമുണ്ട്, നമുക്ക് അവിടെ കാണാൻ പറ്റും. നമുക്ക് കഴിഞ്ഞ് അവിടെ പോയി ഒന്ന് കണ്ടിട്ട് വരാം. സഹദായേ ഇടപ്പള്ളിയിൽ വാഴും വിശുദ്ധനെ, യേശുവിൻ ധീരനം പടയാളി. സഹദായേ ഇടപ്പള്ളിയിൽ വാഴും വിശുദ്ധനെ, യേശുവിൻ ധീരനം പടയാളി. പാപികൾ ഞങ്ങളെ ധന്യരാക്കുവാൻ സ്വർഗേ വാഴും വിശുദ്ധനെ. ഗായ്സ്, ഇതാണ് നമ്മൾ പറയുന്ന ലേലം വിളി. ഇതുണ്ട്, നമ്മൾ കോഴി നമ്മൾ മേടിച്ച് അവർ പറയും ലേലം. ആ 200 രൂപ 800 രൂപ ആ ലേലത്തിലേക്ക് നമ്മുടെ പറയുന്ന പൈസ നമ്മൾ കൊടുത്ത് ലേലം വിളിക്കുന്നു. നമുക്ക് ഇനി ആ ചേട്ടന്മാരോട് ചോദിച്ചു നോക്കാം എങ്ങനെയാണ്. അത് എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. നേരത്തെക്കാർ കൊടുക്കുന്നുണ്ട്. ഇത് പെരുന്നാളിനെ സംബന്ധിച്ച് ഏപ്രിൽ 25 തുടങ്ങും. പെരുന്നാളിന് മുമ്പും എല്ലാ സാധാരണ ദിവസങ്ങളിലും ഞായറാഴ്ച കോഴിലേലമുണ്ട്. എല്ലാ ഞായറാഴ്ചയും കോഴിലേലം വേണ്ട കുർബാനയ്ക്ക് ശേഷം കോഴിലേലമുണ്ട്. ഏതാണ്ട് 400 കോഴിയോളം മുഴുവൻ ഞായറാഴ്ച. അപ്പം നമ്മൾ ചോദിക്കുന്നു നമ്മളിപ്പോൾ കോഴിക്ക് എത്ര വെച്ച് അങ്ങനെയല്ല, ആ ഡിമാൻഡ് എങ്ങനെയാണോ അതനുസരിച്ചാണ് നമ്മൾ ഓപ്പണായിട്ട് ലേലം ചെയ്യും. നാട്ടുകാരൊന്നോ രാഷ്ട്രീയക്കാരൊന്നും നോക്കില്ല. സ്പെഷ്യമായിട്ട് നമ്മൾ ലേലം ചെയ്ത് ഏറ്റവും കൂടുതൽ കാശ് പറയുന്ന ആൾക്ക് കൊടുക്കും. അതിന് ഞാൻ സംശയമില്ല. അപ്പം നമ്മൾ ഈ ലേലം ചെയ്ത് മേടിച്ച് നമ്മൾ പാചകം ചെയ്യുന്നതാണ്. പാചകം ചെയ്യുന്നത് എടപ്പള്ളി പള്ളി പാചകം ചെയ്യാനായിട്ട് എടപ്പള്ളി പള്ളിയുടെ നമ്മുടെ സ്കൂൾ പറമ്പ് അവിടെ വിശദമായ സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വെള്ളം, വെളിച്ചം, പന്തല്, അടുപ്പിലുള്ള സൗകര്യങ്ങൾ, അതിനുള്ള കല്ലുകൾ എല്ലാം വെച്ചിട്ടുണ്ട്. നേരത്തേക്കാർ അവിടെ വരിക, കോഴിയെ കൊണ്ടുവന്ന് അവിടെ കൊല്ലുക, അവിടെ അതിനെ വാഷ് ചെയ്യുക, അവിടെ വെച്ച് നുറുക്കി പാചകം ചെയ്ത് കഴിക്കുക. പള്ളിക്ക് ഒന്നും കൊടുക്കണ്ട. ഒന്നോടെ നേരത്തെ കോഴികൾ ആ ലേലം ചെയ്യുന്ന കാശ് മാത്രം ലേലം ചെയ്യണം. ലേലം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി 10 കോഴിനെ കൊണ്ടുവന്നാൽ ഒരു കോഴിനെ ഇവിടെ നേർച്ചിട്ടുള്ളൂ. ബാക്കി 9 കോഴികളെയും നേർച്ച അവിടെ നേരത്തെ നേർച്ച വെച്ച് കഴിക്കാം. അതിന് പള്ളിക്ക് ഒന്നും കൊടുക്കണ്ട, പള്ളി സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കണം. പക്ഷേ ഇവിടെ ചെയ്യുന്നത് അതിൻ്റെ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ. ആയിരക്കണക്കിന് കോഴികളും മനസ്സിലായില്ലേ. ഇവിടെ വരുന്ന കോഴികളൊക്കെ മറ്റേ കോഴികൾക്കൊക്കെ അതിൻ്റെ ചരിത്രമുണ്ട്. ആ ചരിത്രം എന്ന് പറഞ്ഞാൽ എടപ്പള്ളി പള്ളിയിൽ ഞാനും കൊല്ലം മുമ്പ് തുടങ്ങി ഇരുന്നാളിൽ ധാരാളം കോഴികൾ, ആയിരക്കണക്കിന് കോഴികൾ വരുമായിരുന്നു. ആ കോഴികൾ വന്ന് ഓർമ്മ വെക്കുമ്പോൾ തന്നെ ഒത്തിരി കോഴികൾ മുകളിൽ പോയി ചത്തുപോകും. കോഴികൾക്ക് പാലക്കിട്ടുന്ന കോഴിയാണ്. ഇങ്ങനെ കുഴികുത്തി മോടും. ഇങ്ങനെ വന്ന കാരണം കഴിക്കാൻ പാടില്ലായിരുന്നു. കാരണന്മാർ ഉത്തരവിട്ട്, അതായത് ഇവിടെ മറ്റേരെങ്കിലും കോഴികളെ കൊണ്ടുവന്ന് അവർ കോഴികൾ അവർക്ക് വെച്ച് കഴിക്കാം. ഈ നാട്ടിൽ വെച്ച് കഴിക്കണം. പുണ്യാളിൻ്റെ ഈ പ്രദേശത്ത് പള്ളിയുടെ പ്രദക്ഷിണ വഴികളാണ് ചുറ്റും അങ്ങാടി വരുന്നത്. പള്ളിയുടെ നിയന്ത്രിത സ്ഥലമാണ്. ചുറ്റുപാട്ടിൽ വെച്ച് വീടുകളിലോ സ്കൂളുകളിലോ ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ എവിടെയും അവർക്ക് യോഗ്യമായി കഴിക്കാം. ഒന്നും പള്ളിക്ക് കൊടുക്കണം. അവർ ഇഷ്ടമുണ്ടെങ്കിൽ നേർച്ചയിടാം. പക്ഷേ പുണ്യാളിൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം കിട്ടും. അതുപോലെ പുണ്യാളുടെ രൂപ സ്വർണ്ണത്തിൻ്റെ അല്ല, രൂപമല്ല, ആ സ്വർണ്ണ ആഭരണങ്ങൾ അത് നമ്മളിപ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ പള്ളിയാണ്. അപ്പച്ചൻ പറഞ്ഞ കേട്ടോ എനിക്കറിയാം. നമ്മൾ ഈ 15-ാം തീയതി ആകുമ്പോൾ രൂപം കയറും. രൂപം അടുത്താലേക്ക് കയറും. 15 അടുത്താലേക്ക് ആ സ്വർണ്ണാഭരണങ്ങൾ പിന്നെ അടുത്ത വർഷത്തേക്ക് എടുക്കും. സ്ഥിരമായിട്ട് രൂപത്തിലുള്ള കുറച്ച് ആഭരണങ്ങൾ തലയിലേക്ക് എടുത്ത് വയ്ക്കുമ്പോഴും കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ നിങ്ങളുടെ രൂപത്തിലുണ്ടാവും. ബാക്കിയുള്ളത് ഞാനൊരു ട്രസ്റ്റ് ചെയ്യുന്ന ആളാണ്. 3 പ്രാവശ്യം ട്രസ്റ്റ് ചെയ്യുന്ന ആളാണ്. ട്രസ്റ്റ് ചുമതല വയ്ക്കുമ്പോഴത്തേക്ക് പള്ളിയിലുള്ള സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ നോക്കി നമ്മുടെ ഉത്തരവാദിത്തത്തിന് കീഴിലാക്കും. അതിനുശേഷം ഓരോ പിതാക്കൾക്കും സ്വർണ്ണങ്ങൾ വരും. അത് മുഴുവൻ ലിസ്റ്റ് ചെയ്ത് നമ്മുടെ സ്വർണ്ണ ശേഖരത്തിലേക്ക് കയറ്റും. അത് അച്ഛൻ്റെ 2 കൈക്കാരന്മാരുടെ കീഴിലാണ് താക്കോൽ. അവർ ഈ 1-ാം തീയതി രൂപ എഴുന്നള്ളിക്കാൻ വേണ്ടി രൂപ അണിയിച്ചെടുക്കാൻ കൈക്കാരന്മാർ അച്ഛനോട് തുറന്ന് ഈ ആഭരണങ്ങൾ എടുത്ത് തിരുവാഭരണങ്ങൾ എടുത്തിട്ടാണ് അണിയിക്കുന്നത്.
തിരിച്ച് വീണ്ടും രൂപ എടുത്ത് അകത്ത് വയ്ക്കുമ്പോൾ ഈ ആഭരണങ്ങളെല്ലാം ലിസ്റ്റ് പ്രകാരം ചെക്ക് ചെയ്ത് അതെല്ലാം ഉണ്ടോയെന്ന് അറിയാം. എല്ലാം ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് എല്ലാം ലിസ്റ്റ് പരിശോധിച്ചതിന് ശേഷം ഈ സ്ട്രോങ് റൂമിലേക്ക് സാധനം കയറ്റിക്കൊണ്ടു അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം കൈകാര്യമാക്കാൻ. അപ്പോൾ അത് ലോക്കലിലേക്ക് വീഴുക. പിന്നെ അടുത്ത വർഷം 1-ാം തീയതി എടുക്കുള്ളൂ. അതുവരെ സേഫായിട്ടിരിക്കും. പിന്നെ പുതിയ ഓരോ ആഴ്ചകളിലും സ്വർണ്ണം വന്നുകൊണ്ടിരിക്കും. അത് മുഴുവൻ നമ്മൾ ഇതുപോലെ നമുക്ക് എഴുതി ഇപ്പോൾ എല്ലാം ശരിയാക്കി ഇതേപോലെ ഡോക്യുമെന്റ് അതാണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടുവരുന്ന നമ്മുടെ എടപ്പള്ളി പള്ളിയിലെ വിശേഷങ്ങളാണ്. ഇപ്പം ചേട്ടൻ്റെ പേരിലാണ്. എൻ്റെ പേര് പാപ്പച്ചനാണ്. നാട്ടിൽ വിളിക്കുന്നത് ജോസഫ് എന്നാണ്. പള്ളി ഗായ്സ്, ഇതാണ് അത്ഭുത കിണർ. ആ കിണറിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.